നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊന്നും യാതൊരു പണിയില്ല, ആകെ രാഷ്ട്രീയം മാത്രമാണ് പണി. പക്ഷേ ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള ആസ്തികളുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ വരുമ്പോഴാണ് ചർച്ചാ വിഷയമാകുന്നത് എന്ന് മാത്രമല്ലേ ഉള്ളൂ സർ? അത്രയേ ഉള്ളൂ. അല്ല, ഇതിനകത്തൊരു വളരെ ചോദ്യം പ്രസക്തമാണ്. കാരണം ഇവർ ഒരു ജോലിയും ചെയ്യാതെ രാഷ്ട്രീയം ഒരു തൊഴിലായി സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം, അതിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. അതെ. കാരണം ഇവർ ഒരു ജോലിയില്ല, ഇവർക്ക് ബിസിനസ്സില്ല, ഇവർക്ക് വേറെ ഏർപ്പാടുകളൊന്നുമില്ല, ഇവർ തൊഴിലും ചെയ്യുന്നില്ല. പക്ഷേ പണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, കോടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ കോടികളൊക്കെ ഏത് തരത്തിൽ എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു കാര്യവും ഇവർ പറയാറുമില്ല, ആരും ചോദിക്കാറുമില്ല, അന്വേഷിക്കാറുമില്ല. ഇത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഒരു പൊതു പരിപാടി ആയതുകൊണ്ട് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വരുന്നത് പോലും രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരവസ്ഥയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് സത്യത്തിൽ ഒരാൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനായിട്ട് വരുന്ന സന്ദർഭത്തിൽ അയാളുടെ ആസ്തി ബാധ്യതകൾ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ആസ്തി ബാധ്യതകളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും വേണമെന്നൊരു നിയമം വേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരാൾ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ രാഷ്ട്രീയത്തിൽ വരുന്നു, കീറത്തുണി എടുത്ത് കഴിഞ്ഞതിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കണക്കുകൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് കോടികളാണ് ഉണ്ടാക്കുന്നത്. മക്കളെ പഠിപ്പിക്കുന്നു, 3 കോടിയും 4 കോടിയും രൂപ കൊടുത്തിട്ട് മക്കൾക്ക് MD സീറ്റ് വാങ്ങിക്കുന്നു, അവരവിടെ പഠിക്കുന്നു, MBBSും MDയും ഒക്കെ പഠിപ്പിച്ച് മക്കളെ എടുപ്പിക്കുന്നു. ഇതിനൊക്കെ കാശ് കൊടുക്കുകയാണ്, കോടികൾ കൊടുക്കണം. അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇവർക്കാണെങ്കിൽ ഇവർ ഏതെങ്കിലും ഭൂമി വിറ്റുണ്ടാക്കിയാൽ അവർക്ക് ഭൂമി അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. ഇത് ഒരാളുടെ കാര്യമല്ല, എല്ലാവരുടെയും കാര്യം ഇതാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. അല്ലാണ്ട് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആസ്തി അത് കേൾക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആസ്തി ബാധ്യതകളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് തൊഴിലിൽ നിന്നുള്ള ഇൻകം ഇല്ല, കാരണം താൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. താൻ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അദ്ദേഹം MLA ആണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആസ്തി ഇങ്ങനെ കൂടി വരെയാണ്. ഇത് ഉദാഹരണത്തിന് 33 സെൻറ്റ് ഭൂമി അദ്ദേഹത്തിന് കുടുംബ സ്വത്തായിട്ട് നെട്ടൂര് കിട്ടിയെന്ന് പറഞ്ഞു, പോയിക്കോട്ടെ. പക്ഷേ 30 സെൻറ്റ് ഭൂമി അദ്ദേഹം പറവൂര് വാങ്ങിച്ചിട്ടുണ്ട്. അതെവിടെ നിന്ന് വാങ്ങിച്ച്, എന്തായിരുന്നു അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം അറിയണ്ടേ? ഭാര്യയുടെ സ്വത്ത് വേറെയുണ്ട്. അപ്പോൾ ഭാര്യയുടെ സ്വത്ത് എടുത്തിട്ട് താൻ മേടിച്ചാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 30 സെൻറ്റ് ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിൽ പറവൂരുണ്ട്. ഈ 30 സെൻറ്റ് ഭൂമി അദ്ദേഹം എങ്ങനെ വാങ്ങിച്ചു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതിനൊരു മറുപടി കിട്ടണ്ടേ? കിട്ടണമല്ലോ. ആകെ കൂടി നോക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ വസ്തുവകകളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ 10 കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്, എല്ലാം കൂടി. കാരണം ഈ പറവൂരുള്ള 30 സെൻറ്റിന് തന്നെ ഒരു സെൻറ്റിന് മിനിമം 10 ലക്ഷം രൂപയുടെ മിനിമം ഉണ്ട്. 10 ലക്ഷം രൂപ പറവൂര് മിനിമം. അപ്പോൾ തന്നെ എത്രയായി? 10 ലക്ഷം വരുമ്പോഴേക്കും 30 10 ലക്ഷം വരുമ്പോഴേക്കും ഒരു 10 സെൻറ്റിന് എത്ര വന്ന് 1 കോടി വന്നില്ലേ? 3 കോടി രൂപയുടെ സ്വത്ത് അത് തന്നെയുണ്ട്. നെട്ടൂരും ഉണ്ട്. നെട്ടൂര് പിന്നെ അദ്ദേഹത്തിന് പങ്കൊന്നുമില്ല, കുടുംബം കൊടുത്തതാണെന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ ഏതാണ്ട് 140 പവനോളം സ്വർണ്ണമുണ്ട്. അത് പിന്നെ ഭാര്യയുടെ അച്ഛൻ കൊടുത്തതായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 4 പവൻ്റെ സ്വർണ്ണം, 4-4.5 പവൻ്റെ സ്വർണ്ണമുണ്ട്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇത്രയും ഇത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 4.5 പവൻ്റെ സ്വർണം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയായല്ലോ. ആ 5 ലക്ഷം രൂപയുണ്ട്. പിന്നെ ഇത് കൂടാതെ അവിടെ ഇത്ര കിടക്കുന്നുണ്ട്, മറ്റവിടെ ഇത്ര കിടക്കുന്നുണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഇതെല്ലാം കൂടി. അപ്പോൾ ഒരു പണിയും ചെയ്യാതെ ജനസേവനം കൊണ്ട് ഒരാൾ ഇറങ്ങിയിട്ട് 10 കൊല്ലമായി കഴിഞ്ഞപ്പോഴേക്കും, അതല്ലെങ്കിൽ 25 കൊല്ലത്തെ ജനസേവനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും, പൊതുജീവിതമാണല്ല, 25 കൊല്ലത്തെ പൊതുജീവിതം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും
ഏതാണ്ട് 10 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 10 കോടി രൂപ വരുന്ന ആസ്തി ഉണ്ടായി. ഇതൊരു നല്ല ജോലിയാണ്. അപ്പോൾ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം പൊതുച്ചെലവിൽ ജീവിക്കുകയും ചെയ്ത് 10 പൈസ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് MLA ആയതിന് ശേഷം, അതിന് മുമ്പും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തൊരു ചായ പോലും കുടിച്ചിട്ടില്ല ഇതുവരെ. എല്ലാം പൊതുച്ചെലവിലാണ് ജീവിതം. അപ്പോൾ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ പൊതുച്ചെലവിൽ ജീവിച്ചുകൊണ്ട് സ്വത്ത് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് ഒരു ഉദാഹരണമായിട്ട് ഞാനിതെടുത്തതേ ഉള്ളൂ. ബാക്കി എല്ലാ പാർട്ടിയിലും ഇത്തരക്കാരുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഒരു പാർട്ടിയിലല്ല ഞാനിത് പറയുന്നത്. എത്രയാണ് സ്വത്ത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു കണക്കില്ലാത്ത വിധത്തിൽ അവർ സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഒക്കെ ഉണ്ട്. ഇവർക്ക് എന്താ തൊഴിലുള്ളവരും അല്ലെങ്കിൽ വ്യവസായികളും ഒക്കെ കാശുണ്ടാക്കുന്നതിന് നമുക്ക് പറയാം. അവർ ഈ വ്യവസായം ചെയ്ത് പേരിനെങ്കിലും പറയാനുണ്ടല്ലോ, ഞങ്ങൾ ഈ വ്യവസായം ചെയ്ത് കാശുണ്ടാക്കിയാണെന്ന് പേരിനെങ്കിലും പറയാം. ഇതിപ്പോൾ അതും പറ്റില്ലല്ലോ. ഇല്ല. പക്ഷേ കാശിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറച്ചു വെക്കാനായിരിക്കുമല്ലോ. ഇത് പരസ്പരം ആ ഒരു വിഷയം വരുമ്പോൾ ആർക്കും ഇല്ല, പരസ്പരം ആരും അല്ല. ഞാൻ ചോദിക്കട്ടെ, 140 MLA അവിടെ ഇരിക്കുന്നുണ്ട്. ഈ 140 MLA ആരെങ്കിലും ഒരാൾ പൊതുജീവിതത്തിൽ ഇറങ്ങിയതിന് ശേഷം രാഷ്ട്രീയക്കാരുടെ ഇങ്ങനെ ആസ്തി ഉണ്ടാക്കുന്നത് ഒരു ശരിയായ രീതിയല്ല, അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ MLA ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. അല്ല, ഇവർ ഇനി MLA അല്ലാതെ വെറും രാഷ്ട്രീയത്തിൽ നീങ്ങുന്നവർ സർ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില വാർഡ് മെമ്പർമാരെ പോലെ ഓർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ തന്നെയാണ്. അല്ല, ഇത് ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് ജനകീയ ഇതിലേക്ക് എത്താത്തവർ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ആകുന്നു എന്ന് മാത്രമല്ല, കോടികൾ മുടക്കിയിട്ടാണ് മക്കൾക്ക് MBBSന് MDക്കൊക്കെ സീറ്റ് മേടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 3 കോടി കൊടുത്താലേ MDക്ക് സീറ്റ് കിട്ടുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. MDക്ക് സീറ്റ് വാങ്ങിക്കുകയാണ് 3 കോടി മുടക്കിയിട്ട്. അത് ജയിച്ചു വരുമ്പോഴേക്കും, പഠിച്ച് തീർന്ന് ജയിച്ചു വരുമ്പോഴേക്കും 5 കോടി. ഈ 5 കോടി ഇയാൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല, ഒരു കാരണവശാലും സാധ്യമല്ല. പിന്നെ അത് മാത്രമല്ല, വെറുതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് MLAയോ MPയോ അധികാര സ്ഥാനങ്ങളിലോ ഒന്നും എത്താത്തവർ പോലും 28-30 ലക്ഷം രൂപ വരുന്ന കാറ് വാങ്ങി ഡ്രൈവറെയും വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതെങ്ങനെ പറ്റുന്നു? ഇതിനൊക്കെ ഒരു അന്വേഷണം വേണ്ടേ ഇതിനെ? ഇപ്പോൾ ഇവർ കണക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ കണക്ക് കൊടുത്താൽ പോരല്ലോ, ഇവർക്ക് ഈ സ്വത്ത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നമ്മുടെ ഭരണ സംവിധാനങ്ങളും അന്വേഷിക്കണത്. പക്ഷെ ആ രീതിയിലേക്കൊന്നും അല്ല, ആ രീതിയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ സതീഷിനോട് ചോദിക്കുന്നില്ല, നിങ്ങൾ ഈ 30 സെൻറ്റ് ഭൂമി എങ്ങനെ വാങ്ങിച്ചു? 30 സെൻറ്റ് ഭൂമി വാങ്ങിക്കാനുള്ള പണം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? ആര് കൊടുത്തു? അദ്ദേഹം പണിയെടുക്കുന്നില്ല. അദ്ദേഹം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തതായിട്ട് ആർക്കും ഓർമ്മയില്ല. അദ്ദേഹം തന്നെ പറയുകയും ചെയ്തല്ലോ, ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല, എനിക്ക് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഇൻകം ഇല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, അങ്ങനെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് മറ്റേ ലക്ഷ്മി വിലാസം കോളേജിൽ നിന്നാണെന്ന് തോന്നുന്നു LLB പാസ്സായേക്കണം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കോട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം കോട്ടിട്ട് നിൽക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സന്നദ്ധ എടുത്തിട്ടുണ്ട്. പക്ഷേ വക്കീലായിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തതായിട്ട് നമുക്കറിയില്ല. ഇനി ആരംഭദശയിൽ വല്ല 1 കൊല്ലോ 2 കൊല്ലോ വല്ലതും കോടതിയിൽ പോയി യുവർ ഓണർ, മൈ ഡിയർ ഓണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിട്ട് നമുക്ക് നിഷേധിക്കാനും പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു വക്കീലായിട്ട് അദ്ദേഹം ജീവിതം ആരംഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിലായിട്ട് പറയുന്ന അതാണ്. ആ തൊഴിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ഇത്രയും പണം ഉണ്ടാക്കാൻ എവിടെ നിന്ന് കിട്ടി? 53,80,256 രൂപ എവിടെ നിന്നുണ്ടായി? അദ്ദേഹം തന്നെ പറയുന്ന രീതിയിൽ 1,22 ലക്ഷം രൂപയുടെ ആസ്തി എങ്ങനെ വന്ന്? അത് വീടും സ്ഥാവര വസ്തുക്കളൊക്കെ കൂടെ ചേർന്നിട്ടാണ് 1 കോടി. അല്ല, അപ്പോൾ കൂടൂല്ലേ? അപ്പോൾ ഇതിലും കൂടുമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പറവൂരുള്ള സ്ഥലത്തിന് തന്നെ 3 കോടി ആയില്ലേ?
ഏതാണ്ട് അത്രയും കോടി രൂപ നെട്ടൂരുള്ള സ്ഥലത്തിന്, നെട്ടൂരൊക്കെ ഇപ്പോൾ നല്ല നല്ല വിലയുണ്ട്, വിലയാണ്. നെട്ടൂരുള്ള സ്ഥലത്തിനും വരില്ലേ? നെട്ടൂരുള്ള സ്ഥലം വിട്, അദ്ദേഹത്തിന് കുടുംബക്കാർ കൊടുത്തതാണ്, അത് വിട്ടേക്ക്. പക്ഷേ ഇതെവിടെ നിന്ന് കിട്ടി? പിന്നെ ഈ സ്വർണ്ണമൊക്കെ അദ്ദേഹം എങ്ങനെ വാങ്ങിച്ചു? അത് കുടുംബക്കാർ കൊടുത്തായിരിക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും സ്വർണ്ണം എങ്ങനെ വന്ന്? ഭാര്യയുടെ സ്വർണം പിന്നെ ഭാര്യയുടെ അച്ഛൻ കൊടുത്തതാണെന്നുള്ളൊരു വാദം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. സത്യമാണോ എന്ന് നമുക്കറിയില്ല, എന്നാലും അംഗീകരിച്ചു കൊടുക്കാം. കാരണം ഇതിനിപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതാം. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? എങ്ങനെയാണ് ഇത്രയേറെ ചെലവ് ചെയ്തിട്ട് ജീവിക്കാൻ കഴിയുന്നത്? എങ്ങനെ ഇത് അറിയപ്പെടുന്ന കണക്കാണ്. അറിയപ്പെടാത്തതുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇവരെല്ലാവരും കൊടുക്കുന്നത് എല്ലാം കൃത്യമായിട്ടുള്ള കണക്കായിരിക്കില്ല. അല്ല, കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോൾ അതിനകത്തൊരു കാര്യമുള്ളത്, നോമിനേഷൻ പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഈ കണക്കുകളൊന്നും വെരിഫൈ ചെയ്യാനുള്ള ഒരു മാർഗവും മറ്റേ റിട്ടേണിംഗ് ഓഫീസർക്കില്ല. റിട്ടേണിംഗ് ഓഫീസർ അല്ല എൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി. റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിക്കണം. എനിക്ക് ഇത്രയേ ഉള്ളൂ ആസ്തി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ആസ്തിയുണ്ട്, ഇതെങ്ങനെ വന്നു എന്നറിയില്ല എന്നുള്ള കാര്യം അതിനെ തുടർന്ന് കേസ് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ നോമിനേഷൻ സ്വീകരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ച വെറുതെ ഉന്നയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം റിട്ടേണിംഗ് ഓഫീസർക്ക് ഇത് വെരിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇതാണോ സത്യം എന്ന് പറയാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സത്യമായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അത് കൊടുത്ത കാര്യം റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരാളുടെ ഒരൊറ്റ MLA-യുടെയും MP-യുടെയും കണക്കിൽ കൃത്രിമമുണ്ട് എന്ന് നമ്മുടെ രാജ്യത്ത് തെളിയിക്കപ്പെടുകയോ അതിൻ്റെ പേരിൽ MP-യും MLA-യും ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇവരോട്, ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാരായിട്ടിരിക്കുന്ന ഇവരോട് എങ്ങനെ നിങ്ങൾ ഈ പണം ഉണ്ടാക്കിയെന്ന ചോദ്യം ചോദിക്കപ്പെടാതെ പോകുന്നു. ഒരാളും ചോദിക്കുന്നില്ല. അതെങ്ങനെ നടക്കുന്നു, അങ്ങനെ നടക്കുന്നു എന്നാണ് പറയണത്. അങ്ങനെ നടന്നാൽ പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു രാഷ്ട്രീയ പ്രവർത്തകരുടെ ആസ്തി ബാധ്യതകൾ സംബന്ധിച്ച ഒരു പ്രസ്താവന അവരെ പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ചുരുങ്ങിയ പക്ഷം പാർട്ടി ഭാരവാഹികളായിട്ട് വരുന്നവരുടെയെങ്കിലും കാര്യത്തിൽ.